അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സെക്കൻഡ് ടൈം എക്സാം 5th ക്ലാസ്സിലെ അറബിക് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കിയ ശേഷം ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പ്രവേശിക്കുക. ഒന്നാമത്തെ ആക്ടിവിറ്റി ഇവിടെ ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട് പതിവ് പോലെ. അതിൽ നിന്ന് ചില ചോദ്യങ്ങൾ താഴെ ചോദിക്കുന്നു. അതിന് ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് പാരഗ്രാഫ് വായിച്ചു നോക്കാം. ദഹബ ഹാഷിമുൻ ഇലൽ മസ്റഅത്തി. ഹാഷിം മസ്റഅത്തിലേക്ക് പോയി, അഥവാ കൃഷിയിടത്തിലേക്ക്, തോട്ടത്തിലേക്ക് പോയി. മലഅ ഹാഷിമുൻ അൽ ഹഖായിബ ബിത്തുറാബി വൽ അസ്മിദത്തി തബീഇയ്യ. ഹാഷിം നിറച്ചു അൽ ഹഖായിബ ഗ്രോ ബാഗുകൾ ഹാഷിം നിറച്ചു. ബിത്തുറാബി മണ്ണ് കൊണ്ടും വൽ അസ്മിദത്തി തബീഇയ്യ ജൈവവളങ്ങൾ കൊണ്ടും. അപ്പോൾ ജൈവവളങ്ങൾ കൊണ്ടും മണ്ണ് കൊണ്ടും ഈ ഗ്രോ ബാഗുകൾ ഹാഷിം നിറച്ചു. വബദറൽ ബുദൂറ വഗറസ ഷതലാത്ത്. വിത്തുകൾ പാകി, അതുപോലെ ചെടികൾ നട്ടു. ഗറസ ഷതലാത്ത് തൈകൾ നട്ടു. വബദഅ യസ്ഖി കുല്ലയൗമിൻ. എല്ലാ ദിവസവും നനക്കാൻ തുടങ്ങി. സ്വബാഹൻ വ മസാഅൻ. വൈകുന്നേരവും പ്രഭാതത്തിലും. നമതി ഷതലാത്തു വ അസ്മറത്ത്. ഷതലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തൈകൾ, അവ വളർന്നു. വ അസ്മറത്ത് കായ്ച്ചു. ഹസ്വദ ഹാഷിമുൻ. ഹാഷിം വിളവെടുപ്പ് നടത്തി എന്ന് പറഞ്ഞാൽ കൊയ്തു, അതിൽ നിന്ന് ലഭിച്ചു. അൽ അദസ പയർ, വ തൊമാത്തിം ടൊമാറ്റോ, വൽ ബാദിൻജാൻ വൈദന, വൽ ബാമിയ വെണ്ട. അപ്പോൾ ഇവിടെ 4 ഖദർവാത്തിൻ്റെ പേരുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ മണ്ണും ജൈവവളവും നിറച്ചതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എപ്പോഴാണ് നനച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഏകദേശം ആ ഭാഗത്തു നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. ചോദ്യത്തിലേക്ക് നോക്കാം. 1. ബിമാദ മലഅ ഹാഷിമുൻ അൽ ഹഖായിബ. ബിമാദ എന്തുകൊണ്ടാണ്. മലഅ ഹാഷിമുൻ അൽ ഹഖായിബ ഹഖായിബുകൾ ഹാഷിം നിറച്ചത് എന്തുകൊണ്ടാണ്. ബിൽ മായി വെള്ളം കൊണ്ട്, ബിൽ ബുദൂരി വിത്തുകൾ കൊണ്ട്, ബിത്തുറാബി വൽ അസ്മിദത്തി തബീഇയ്യ ജൈവവളങ്ങളും മണ്ണും കൊണ്ട്. ഇതിലേതാണ് നമ്മൾ അവിടെ വായിച്ചിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടായിരിക്കും. അപ്പോൾ ഉത്തരം 3ാമത്തെ ഓപ്ഷനാണ്. ചോദ്യം 2. ഇല ഐന ദഹബ ഹാഷിം. ഇല ഐന എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് എന്നുള്ള അർത്ഥമാണ്. അവിടെ മിൻ ഐന എന്നും വരാറുണ്ട്, എവിടെ നിന്ന്. 2 വാക്കുകൾ മനസ്സിലാക്കിയാൽ മതി. ഹർഫുകൾ മിൻ ഇല. മിൻ ഐന എന്നാകുമ്പോൾ എവിടെ നിന്ന്, ഇല ഐന എങ്ങോട്ട്. അപ്പോൾ ഹാഷിം എങ്ങോട്ടാണ് പോയത്. ഇലൽ മദ്രസ മദ്രസയിലേക്കാണോ, അതോ മസ്റഅത്തിലേക്കാണോ, മൽഅബിലേക്കാണോ. മൽഅബ് ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചതിൽ നമുക്ക് ലഭിച്ചു 2ാമത്തെ ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആൻസർ. ചോദ്യം 3. സഖ ഹാഷിമുൻ അശ്ശതലാത്ത്. സഖ ഇവിടെ പാരഗ്രാഫിൽ നൽകിയിട്ടുള്ളത്, ഇത് നമ്മളെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. പാരഗ്രാഫിൽ നൽകിയിട്ടുള്ളത് യസ്ഖി എന്നാണ്. സഖയുടെ മുളാരിയാണ്. അപ്പം നമ്മൾ സഖ എന്നുള്ളത് മാത്രം തിരഞ്ഞു നോക്കിയാൽ കിട്ടാൻ സാധ്യതയില്ല. അതിൻ്റെ മുളാരിയാണ് ഇവിടെ പാരഗ്രാഫ് വന്നിട്ടുള്ളത്. നനച്ചു, നനക്കും, നനക്കുന്നു എന്നൊക്കെ. അപ്പോൾ സഖ ഹാഷിം നനച്ചു അശ്ശതലാത്ത് ഷതലാത്തുകളെ അഥവാ തൈകളെ നനച്ചു. അത് എപ്പോഴാണ് നനച്ചത്. മസാഅൻ വൈകുന്നേരത്ത് മാത്രമാണോ, ളുഹറിൻ്റെ സമയത്താണോ, സ്വബാഹൻ വ മസാഅൻ വൈകുന്നേരത്തും പ്രഭാതത്തിലുമാണോ. നമുക്ക് 3ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ എന്ന് അറിയാം. ഇനി 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ നഖ്താറുൽ ഖദറവാത്ത് മിനന്നസ്. ഖദറവാത്തിനെ തിരഞ്ഞെടുക്കാനാണ്, അഥവാ വെജിറ്റബിൾസിനെ തിരഞ്ഞെടുക്കാനാണ്. മിനന്നസ് ഈ നസ്സിൽ നിന്ന്. അപ്പം നൽകിയ പാരഗ്രാഫിൽ നിന്ന് ഏതൊക്കെയാണ് പച്ചക്കറികൾ എന്നുള്ളത് തിരഞ്ഞെടുക്കാനാണ്. 2 എണ്ണം എഴുതാനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 4 എഴുതി കൊടുക്കാവുന്നതാണ്. കാരണം എണ്ണം പറയാത്തത് കൊണ്ട് പാരഗ്രാഫിൽ പറഞ്ഞ എല്ലാം എഴുതാവുന്നതാണ്. അദസ് പയർ, തൊമാത്തിം ടൊമാറ്റോ, ബാദിൻജാൻ വഴുതന, ബാമിയ വെണ്ട. അപ്പം എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ സാധിച്ചു. ഇനി 5ാമത്തെ ഒന്ന് ജംഉ കലിമത്തി ഷത്ല.
ശത്തിലത്തുൻ എന്ന കലിമത്തിൻ്റെ ജം എഴുതാനാണ്. ജം എന്ന് പറഞ്ഞാൽ പ്ലൂരൽ. അതെ, അപ്പോൾ അത് എഴുതാനാണ് അശ്ശതലാത്ത്. അത് നമുക്ക് ഇവിടെ പാരഗ്രാഫിൽ കാണാൻ സാധിക്കും. ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ആക്ടിവിറ്റി കഴിഞ്ഞ് രണ്ടാമത്തതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ നൽകിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നവരെ കുറിച്ച് നൽകിയത് വായിച്ച് അതിൽ നിന്ന് അവരുടെ ബയാനാത്ത് ഷഖ്സിയ തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മളെപ്പോഴും പരീക്ഷയ്ക്ക് തയ്യാറാകുമ്പോൾ പഠിച്ചിരിക്കേണ്ടതാണ് ഈ ബയാനാത്ത് ഷഖ്സിയ എഴുതാനും അതിൽ എഴുതേണ്ട ആ അർത്ഥങ്ങൾ, അഥവാ ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, ഇസ്മുൽ വാലിദ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, അങ്ങനെ നമുക്ക് അവിടെ എഴുതാനുള്ള ആ ഡീറ്റെയിൽസ് എഴുതാനുള്ള കാര്യങ്ങളുടെയൊക്കെ അർത്ഥങ്ങൾ നിർബന്ധമായി നമ്മൾ പഠിച്ചിരുന്നാൽ ഈ ഭാഗം പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. നമുക്ക് വായിച്ചു നോക്കാം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സഈമുൻ മഷ്ഹൂറുൻ, ഒരു അറിയപ്പെട്ട ഫേമസായ നേതാവായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ. ലുക്കിബ ബിസ് സ്വാഹിബ്, സ്വാഹിബ് എന്നാണ് വിളിപ്പേരുള്ളത്. അദ്ദേഹം സ്വാഹിബ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വുലിദ ഫി ഖറിയത്തി കൂതുങ്ങല്ലൂർ അഥവാ കൊടുങ്ങല്ലൂർ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. സന, വർഷവും പറയുന്നുണ്ട്, സന 1899. അപ്പോൾ 1898 വർഷത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അതുപോലെ വാലിദുഹു, അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുറഹ്മാൻ, വാലിദുഹു അദ്ദേഹത്തിൻ്റെ മാതാവ് കുഞ്ഞായിഷുമ്മ. അസ്ദർ അബ്ദുറഹ്മാൻ ജരീദത്തുൽ അമീൻ അൽ അമീൻ മിൻ കാലിക്കൂത്ത്, അദ്ദേഹം അൽ അമീൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ചു. അസ്ദർ അബ്ദുറഹ്മാൻ ജരീദത്ത് അൽ അമീൻ മിൻ കാലിക്കൂത്ത്, കാലിക്കറ്റിൽ നിന്ന്. തുവഫിയ ബി കാലിക്കൂത്ത് സന 1945, ആ വർഷത്തിൽ 1945 വർഷത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ പൂർത്തീകരിക്കണം. അതിന് അൽ ഇസ്മുൽ കാമിൽ എന്നിവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ നമുക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അൽ ഇസ്മുൽ കാമിൽ, അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് എന്താണ്? അപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന് നമുക്കറിയാം, അവിടെ നൽകിയിട്ടുണ്ട്. ഇസ്മുൽ വാലിദ്, ഉപ്പാൻ്റെ പേര്, അതിങ്ങനെ നോക്കുമ്പോൾ വാലിദുഹു, അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുറഹ്മാൻ. അപ്പോൾ അബ്ദുറഹ്മാൻ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇസ്മുൽ വാലിദ, മാതാവിൻ്റെ പേര് കുഞ്ഞായിഷുമ്മ. അതുപോലെ ആദുൽ മീലാദ്, ജനിച്ച വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ വർഷം തന്നെ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് ആ വർഷം മാത്രം എഴുതിയാൽ മതി. മക്കാനുൽ മീലാദ്, ജനിച്ച സ്ഥലം എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ്. ലഖബ്, അദ്ദേഹത്തിന് എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്, അദ്ദേഹത്തിൻ്റെ വിളിപ്പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. സ്വാഹിബ്, അതുപോലെ ആമുൽ വഫാത്ത്, മരണ വർഷം. മക്കാനുൽ വഫാത്ത്, മരിച്ച സ്ഥലം. ഇത്രയും ചോദ്യങ്ങളാണ് അതിന് നൽകിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥങ്ങൾ അറിയുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്കിതിന് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇത്തരം അർത്ഥങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകുമ്പോൾ ഇവിടെ നൽകിയിട്ടുള്ള പാരഗ്രാഫ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഖറജ സുബൈർ ഇലൽ മദ്രസത്തി സ്വബാഹൻ, സുബൈർ രാവിലെ മദ്രസയിലേക്ക് പുറപ്പെട്ടു. ലഖിയ റജുലൻ മുസിന്നൻ, ഒരു പ്രായമായ ആളെ കണ്ടുമുട്ടി. ജായി വിശന്നവനായ ഫിത്വരീഖ്, വഴിയിൽ വെച്ച്. ഫഅതാഹു ത്വആമ, അദ്ദേഹത്തിന് ഭക്ഷണം നൽകി. സുമ്മ, പിന്നെ. വസല ഇലൽ മദ്രസത്തി മുതഅഖിറൻ, ഇങ്ങനെയൊക്കെ നൽകിയതുകൊണ്ട് സ്വാഭാവികമായിട്ടും മദ്രസയിലേക്ക് എത്തിച്ചേർന്നപ്പോഴേക്ക് മുതഅഖിറൻ, അവൻ ലേറ്റായിരുന്നു. ഫദാറ ബൈനഹു വ ബൈനൽ മുദർരിസത്തി ഹിവാറുൻ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതായിരിക്കണം. കാരണം അവൻ്റെയും മുദരിസിൻ്റെയും അധ്യാപകൻ്റെയും ടീച്ചറിൻ്റെയും ഇടയിൽ ഒരു ഹിവാർ നടന്നു, സംഭാഷണം. ഹയ്യാനുക്കുമിൽ ഹിവാർ, അപ്പോൾ നമുക്ക് ആ ഹിവാർ പൂർത്തിയാക്കാണ് വേണ്ടത്. സുബൈർ, അസ്സലാമു അലൈക്കും മിൻ ഫദ്ലിക അദ്ഖുലു. സുബൈർ ക്ലാസ്സിലേക്ക് വരികയാണ്, ലേറ്റായിട്ടുണ്ട്. സലാം പറയുന്നു. മിൻ ഫദ്ലിക, പ്ലീസ്. അദ്ഖുലു, ഞാൻ പ്രവേശിക്കട്ടെയോ ചോദിക്കണം. മേ ഐ കം എന്ന് ചോദിക്കുന്ന പോലെ. അദ്ഖുലു. അപ്പോൾ അൽ മുദരിസ, ടീച്ചർ. വ അലൈക്കുമുസ്സലാം, നമുക്ക് അവിടെ എന്ത് ചെയ്യാം? സലാം പറഞ്ഞതുകൊണ്ട് സലാം അടക്കണം. വ അലൈക്കുമുസ്സലാം എന്ന് എഴുതി കൊടുക്കാം, സിമ്പിളാണ്. തഫളൽ, വരൂ. ലിമ തഅഖർത, നീ എന്തുകൊണ്ടാണ് ലേറ്റായത് ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ സുബൈർ എന്ത് പറയും? ഇങ്ങനെ വിശന്ന ഒരു വയസ്സായ
ഒരു ആളെ ഞാൻ കണ്ടുമുട്ടി എന്ന് പറഞ്ഞു. റഅയ്തു ഞാൻ കണ്ടു, റജുലൻ മുസിന്നൻ ജാഇയൻ. അപ്പോൾ മുദരിസത്ത് ചോദിക്കാണ്, എന്തു ചോദിക്കും അവിടെ? കാരണം അതിൻ്റെ ഉത്തരമായിട്ട് സുബൈർ പറയുന്നത് ഫിത്വരീഖി എന്നാണ്, വഴിയിൽ വെച്ചത്. അപ്പോൾ ചോദ്യം എന്തായിരിക്കണം? എവിടെ എന്നായിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു ബോക്സ് നൽകിയിട്ടുണ്ട്, അതിലുണ്ട്, നമുക്കതിൽ നിന്ന് എടുത്തെഴുതിയാൽ മതി. അപ്പോൾ ഐന നമുക്കവിടെ കൊടുക്കാം. ഐന എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയതെന്ന് ചോദിക്കുന്നു. അല്ലെങ്കിൽ നമുക്കിങ്ങനെ കൊടുക്കാം, ഐന റഅയ്ത എന്ന് കൊടുക്കാം, എവിടെ വെച്ച് കണ്ടു. അല്ലെങ്കിൽ ഐന എന്ന് മാത്രം കൊടുത്താലും മാർക്ക് ലഭിക്കും. അപ്പോൾ സുബൈർ ഫിത്വരീഖി എന്ന് പറഞ്ഞു. അൽ മുദരിസ് വീണ്ടും ചോദിക്കുന്നു, മാദാ ഫഅൽത ബിഹി, നീ എന്താണ് ചെയ്തത്? അദ്ദേഹവുമായിട്ട് നീ എന്താണ് ചെയ്തത്? കണ്ടതുകൊണ്ട് മാത്രം ലേറ്റ് ആവില്ലല്ലോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ചോദ്യം കൂടെ ചോദിക്കുകയാണ് മുദരിസ. അപ്പോൾ സുബൈർ അതിന് ഉത്തരം നൽകുന്നുണ്ട്. എന്തായിരിക്കും നൽകുക? കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം നൽകിയെന്ന് നമ്മൾ അവിടെ വായിച്ചിരുന്നു. ഫഅത്വാഹു ത്വആമാണ്. അപ്പോൾ അതുപോലെ അതവിടെ എഴുതിയാൽ മതി. അപ്പോൾ ഈ ബോക്സിൽ നോക്കി നമുക്ക് കാണാൻ സാധിക്കും അവസാനത്തെ അഅ്തൈതുഹു ത്വആമ, ഞാൻ എന്ത് ചെയ്തു? ഭക്ഷണം അദ്ദേഹത്തിന് നൽകി. അപ്പോൾ മുദരിസ യാ ബുനയ്യ എന്ന് പറയുന്നുണ്ട്, പൊന്നുമോനെ എന്ന് പറയുന്നുണ്ട്. അതിന് മുമ്പ് എന്താണ് എഴുതേണ്ടത്? ആ ബോക്സിൽ ഒന്ന് വായിച്ചു നോക്കാം. ഇനിയുള്ള ബാക്കി രണ്ടെണ്ണം, ഒന്ന് അഫ്വൻ എന്നാണ്, ഒന്ന് അഹ്സൻത എന്നാണ്. അഹ്സൻത എന്ന് പറഞ്ഞാൽ നീ നല്ല ചെയ്തു, ഗുഡ് എന്നൊക്കെ നമ്മൾ പറയുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കവിടെ അഹ്സൻത യാ ബുനയ്യ എന്ന് എഴുതാവുന്നതാണ്. സുബൈർ ശുക്രൻ, താങ്ക് യു. അൽ മുദരിസ അപ്പോൾ എന്ത് പറയും? അഫ്വൻ. അപ്പോൾ വളരെ സിമ്പിളാണ്. അവിടെ ആൻസേഴ്സൊക്കെ അവിടെ ബോക്സിൽ നൽകിയിട്ടുണ്ട്. എടുത്ത് എഴുതുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ആ 3 ആക്ടിവിറ്റി പൂർത്തിയാക്കി. ഇനി 4ാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ്. നഖ്റഉൽ ലഗ്സ അൻ തൊമാത്തിം വനുഇദ്ദു ലഗ്സൻ. അപ്പോൾ ഇവിടെ തൊമാത്തിമിനെ കുറിച്ചുള്ളത് നൽകിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ജുവാഫിനെ കുറിച്ച് അവിടെ പൂർത്തിയാക്കുകയാണ് ചെയ്യേണ്ടത്. ലൗനി, ഇത് നമ്മൾ പാഠത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. ലൗനി, എൻ്റെ നിറം, അഹ്മർ റെഡാണ്, ജിസ്മി ദാഇരിയുൻ, എൻ്റെ ഷേപ്പ് റൗണ്ടാണ്, അന ഗനിയുൻ ബിൽ ഫീത്താമിനാത്ത്, വിറ്റാമിൻസുകൾ കൊണ്ട് ഗനിയാണ് ഞാൻ, യുഹിബ്ബുനി അന്നാസ്, ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു, അന മിനൽ ഖദ്റവാത്ത്, ഞാൻ വെജിറ്റബിൾസിൽപ്പെട്ട ഒരാളാണ്, മൻ അന, ഞാൻ ആരാണ്, അന തൊമാത്യം. ഇതാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ജുവാഫയാണ് ഇപ്പുറത്ത് നൽകിയിട്ടുള്ളത്. അവിടെ ലാസ്റ്റ് അന ജുവാഫ എന്ന് കാണാം. അപ്പോൾ നമ്മൾ ജുവാഫയെക്കുറിച്ച് എഴുതണം. ഏകദേശമൊക്കെ ടൊമാറ്റോനെ കുറിച്ച് എഴുതിയ പോലൊക്കെ നമുക്കിവിടെ എഴുതാവുന്നതാണ്. കാരണം അതും റൗണ്ട് തന്നെയാണ്, വിറ്റാമിൻസ് ഉള്ളതാണ്, ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ്. ആ 3 പോയിൻറ്റും അതുപോലെ നമുക്ക് എഴുതാവുന്നതാണ്. പിന്നെ നിറത്തിൻ്റെ കാര്യത്തിൽ മാറ്റം വരുത്തേണ്ടി വരും. അതുപോലെ പച്ചക്കറിയല്ല, ഫ്രൂട്ട്സാണ്, പഴവർഗ്ഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അവിടെയും ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ 2 മാറ്റം മാത്രം വരുത്തി നമുക്ക് ഈ ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ നോക്കാം. ലൗനി, എൻ്റെ നിറം ഏതാണ്? പച്ച നമുക്ക് എഴുതാം അല്ലേ? പച്ചക്ക് അഹ്ലർ എന്ന് പറയും. അപ്പോൾ ലൗനി അഹ്ലർ. അപ്പോൾ നേരെ ജിസ്മി ദാഇരി ഇവിടെ പുറത്തുണ്ട്, അത് തന്നെ എടുത്തെഴുതാവുന്നതാണ്. 3ാമത്തതും വിറ്റാമിൻസ് ഉണ്ട് എന്നുള്ളതിന് എടുത്തെഴുതാവുന്നതാണ്. ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ള 4ാമത്തെ യുഹിബ്ബുന്നാസു, അതും അതുപോലെ നമുക്ക് എടുത്തെഴുതാവുന്നതാണ്. പിന്നെയാണ് ഇത് പച്ചക്കറികളിൽ പെട്ടതാണ് എന്നുള്ളത് ടൊമാറ്റോൻ്റെ അവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പഴങ്ങളിൽ പെട്ടവനാണെന്ന് എഴുതണം. അപ്പോൾ അവിടെ നമ്മൾ ഫ്രൂട്ട്സ് ആക്കി മാറ്റണം. പഴങ്ങൾ അഥവാ ജുവാഫ പഴവർഗ്ഗത്തിൽപ്പെട്ടതായതുകൊണ്ട് ഫാക്കിഹത്തുൻ പഴം, ഫവാക്കിഹ് പഴങ്ങൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അന മിനൽ ഫവാക്കിഹ് എന്ന് കൊടുക്കാവുന്നതാണ്. അടുത്തതായി 5ാമത്തെ ആക്ടിവിറ്റി, അതിൽ സിംഗുലർ പ്ലൂരൽ അഥവാ മുഫ്രദ് ജംഅ് എഴുതാനാണ്. ഒരു ഭാഗത്ത് മുഫ്രദിൻ്റെ ഒരു ബോക്സ് കാണാം, കോളം കാണാം, മറുഭാഗത്ത് ജംഇൻ്റെതും. മുഫ്രദ് നൽകിയതിൻ്റെ ജംഅ് നമ്മൾ കണ്ടെത്തണം, ജംഅ് നൽകിയതിൻ്റെ മുഫ്രദും കണ്ടെത്തണം. കഷ്കുൻ അക്ഷാക്കുൻ, ബലദുൻ എന്ന മുഫ്രദിൻ്റെ ജംഅ് ബിലാദുൻ. ജുദൂറുൻ എന്ന ജംഅ് ഇവിടെ നൽകിയിട്ടുണ്ട്, അതിൻ്റെ സിംഗുലർ മുഫ്രദ് ജദറുൻ. സ്വദീഖുൻ എന്ന മുഫ്രദാണ് നൽകിയിട്ടുള്ളത്, അതിൻ്റെ ജംഅ് അസ്തിഖാഉൻ. അത്ഫാലുൻ എന്ന ജംഅ്, അതിൻ്റെ സിംഗുലർ മുഫ്രദ് തിഫ്ലുൻ. മൽബസുൻ മലാബിസുൻ,
ഇങ്ങനെയാണ് ആ ഭാഗം ചെയ്യേണ്ടത്. ആ ചോദ്യത്തിൽ തന്നെ ഒരു ബാ ഉണ്ട്. താഴെ നൽകിയിട്ടുള്ള സെൻറ്റൻസിൽ നിന്ന് ഫെയിലിനെയും ഫായിലിനെയും കണ്ടെത്താനാണ്. ഫെയിൽ എന്താ ഫായിൽ എന്താ നമുക്ക് അറിഞ്ഞിരിക്കണം. ഫെയിൽ ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ചെയ്ത ആൾക്കാണ് ഫായിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസുകൾ വായിച്ച് അതിലുള്ള പ്രവൃത്തി ഏതാണോ അത് ഫെയിലിൻ്റെ കോളത്തിലും അത് ചെയ്ത ആൾ ആരാണോ അത് ഫായിലിൻ്റെ കോളത്തിലുമാണ് എഴുതേണ്ടത്. ഖറജൽ ഖാദിമു ഇല സൂഖി. ഖറജ പുറപ്പെട്ടു, അൽ ഖാദിമു സേവകൻ, ഇല സൂഖി അങ്ങാടിയിലേക്ക്. ഇവിടെ പ്രവൃത്തി ഫെയിൽ ഖറജ എന്നതാണ്, പുറപ്പെട്ടു. അപ്പോൾ ചെയ്ത ആളാരാണ്, പുറപ്പെട്ടതാരാണ്, ഖാദിമാണ്. അപ്പോൾ ഫായിൽ ഖാദിം. അതുപോലെ നെക്സ്റ്റ് ഖത്തഫ ഉറാബുൻ ഖുബ്സൻ. അപ്പോൾ ഖത്തഫ ഫെയിൽ, ഉറാബ് ഫായിൽ. ജലസൽ അർനബു അല സ്വഹ്റത്തിൻ. ജലസ ഇരുന്നു എന്നുള്ളത് ഫെയിൽ, അർനബ് ഫായിൽ. റഅസ് സഅലബു അൽ അസദ. റഅ എന്നത് ഫെയിൽ, സഅലബു ഫായിൽ. ഖാലൽ അസദു ലിൽ അർനബി. ഖാല അല്ലെ പറഞ്ഞു എന്നുള്ളത് ഫെയിൽ, അസദ് എന്നുള്ളത് ഫായിൽ. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അർത്ഥം അറിയുന്നത് നമുക്കിങ്ങനെ അർത്ഥം നോക്കി ഫെയിലും ഫായിലിനെയും വേർതിരിക്കാവുന്നതാണ്. അർത്ഥം അറിയാത്തവരാണെങ്കിൽ, അറിയാത്ത സെൻറ്റൻസൊക്കെ ആണെങ്കിൽ ഫെയിലിയായ ജുംലയാണോ ഇസ്മിയായ ജുംലയാണോ എന്നൊക്കെ നോക്കണം. ഫെയിലിയായ ജുംലയാണെങ്കിൽ തുടക്കത്തിൽ വരുന്നത് ഫെയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഫെയിലിനെ കണ്ടെത്താൻ പെട്ടെന്ന് കഴിയും.